ഓണമിങ്ങെത്തി. അത്തമിട്ട് തുടങ്ങിയ മലയാളികളുടെ ഓണം എങ്ങനെ കഴിച്ചു കൂട്ടണമെന്നാണ് ഇനി കേരളം ഭരിക്കുന്ന UDF സർക്കാരിനൊരു എത്തും പിടിയും കിട്ടാത്തത്. ഈ സർക്കാർ വന്നതിന് ശേഷം വരുമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും മുൻ പിണറായി സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വലിയ കടം അത് കൂന കൂടിക്കിടക്കുകയാണ്. അപ്പോൾ വയറുകെട്ടി ഓണം ഉണ്ടോളൂ എന്ന് പറയേണ്ട ഒരു ഗതികെട്ട സ്ഥിതിയിലാണ് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് കൂടി ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ അവസ്ഥ. എങ്കിലും കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കാൻ കടമെടുപ്പിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഈ സർക്കാർ. ഒന്നിനും ഒരു കുറവുമില്ലാതെ മലയാളിക്ക് ഓണം ഉണ്ണാൻ കടമെടുപ്പില്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഈ സർക്കാരിന് മുന്നിൽ നിലവിലില്ല. അപ്പോഴും വരുമാന വർധനവ് ഉണ്ടാകുന്നു എന്നത് മാത്രമാണ് ഏക ആശ്വാസം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ മുന്നിൽ കണ്ട് നീങ്ങുന്നതിനിടയിലാണ് ഗവർണർ രാഷ്ട്രപതിയെ ഇറക്കി മുഖ്യമന്ത്രി VD സതീശനും UDF സർക്കാരിനും ഒരു ആപ്പ് വെക്കാൻ പോകുന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷനിലെ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട നിലവിലെ അന്വേഷണത്തിലും സർക്കാരിൻ്റെ നടപടികളിലും ഗവർണർ രാജേന്ദ്ര അർലേക്കർ ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു. വിഷയം നേരിട്ടിടപെട്ട് രാഷ്ട്രപതിക്ക് പ്രത്യേക റിപ്പോർട്ട് സമർപ്പിക്കാൻ രാജ്ഭവൻ നീക്കം ശക്തമാക്കി. BJP ഗവർണർമാർ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് അധിപന്മാരായി വരുമ്പോൾ RSS അജണ്ട കൃത്യമായി നടപ്പിലാക്കാൻ മാത്രമാണ് നോക്കുന്നത്. അതിന്നും ഇന്നലെയും തുടങ്ങിയതല്ല. സംസ്ഥാനത്ത് ഓണാഘോഷവും ജനങ്ങളുടെ ആശ്വാസ നടപടികളും ചർച്ചയാകുമ്പോൾ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനാണ് രാജ്ഭവൻ കേന്ദ്ര സഹായത്തോടെ വീണ്ടും ശ്രമിക്കുന്നത്. PSCയിലെ ചില പരാതികളുടെ മറപിടിച്ച് ചെയർമാനെയും അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്യാനും ഭരണഘടനാ സ്ഥാപനമായ കമ്മീഷനെ തന്നെ പിരിച്ചുവിടാനും ഗവർണർ രാജേന്ദ്ര അർലേക്കർ നീക്കം നടത്തുന്നത് ഈ രാജ്ഭവൻ അജണ്ടയുടെ ഭാഗമായാണ്. രാഷ്ട്രപതിയെ ഉപയോഗിച്ച് വിഷയം സുപ്രീം കോടതിയുടെ അന്വേഷണത്തിന് റഫർ ചെയ്യിക്കാനും ആ ഒഴിവ് കഴിവ് പറഞ്ഞ് കമ്മീഷനെ നിഷ്ക്രിയമാക്കാനുമാണ് നിയമോപദേശങ്ങളുടെ പേരിൽ രാജ്ഭവൻ നീക്കങ്ങൾ നടത്തുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക അന്വേഷണ സംഘവും ക്രൈംബ്രാഞ്ചും നിഷ്പക്ഷമായി കേസ് അന്വേഷിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് അതിലൊന്നും തൃപ്തിയില്ലെന്ന വാദവുമായി ഗവർണർ രംഗത്തിറങ്ങുന്നത്. പോലീസും അന്വേഷണ ഏജൻസികളും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഘട്ടം ഘട്ടമായി നടത്തുന്ന അന്വേഷണത്തെ അവിശ്വസിക്കുകയും വിഷയത്തെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി കേന്ദ്ര ഇടപെടലിന് വഴിയൊരുക്കുകയുമാണ് രാജ്ഭവൻ്റെ ലക്ഷ്യം. PSC പരീക്ഷാ സംവിധാനങ്ങളിൽ കൂടുതൽ സുതാര്യത വരുത്താനും ആധുനിക സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കാനും സംസ്ഥാന സർക്കാർ ശ്രമങ്ങൾ തുടരുമ്പോഴാണ് ഭരണഘടനാ പദവിയെ ഉപയോഗിച്ച് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ അനാവശ്യമായി ഇടപെട്ട് ഗവർണർ ഭരണം നടത്താൻ നോക്കുന്നത്.